ഞാനിന്ന് പറയാൻ പോകുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ടാണ്. ബേസിക്കലി അത് CPR ആണ്. ഞാനതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, കൂടുതൽ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. സോ വാട്ട്സ് BLS? BLS എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാർക്കും ചെയ്യാം, അതേപോലെ തന്നെ ഒരു ട്രെയിൻഡ് പ്രൊഫഷണൽ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പെട്ടെന്ന് ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മളത് ചെയ്യേണ്ടതെന്നാണ് ആദ്യം പറയുന്നത്. ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, അതായത് ഒരു വാഹനാപകടത്തിൽ, അതേപോലെ തന്നെ ഒരു മുങ്ങിക്കഴിഞ്ഞ് ഒരു മുങ്ങലിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട്, അതേപോലെ ഒരു ഷോക്ക് അടിച്ച് വന്നിട്ടുള്ള ആൾക്കാർ, അതേപോലെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും, ബോധം പോയ ആൾക്കാർക്കും, അതേപോലെ തന്നെ അറ്റാക്ക് പോലത്തെ അവസരങ്ങളിൽ ബോധക്ഷയം വന്ന ആൾക്കാർക്കുമാണ്. അതിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഈ CPR ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ബോധം കെട്ടിട്ട് പൾസ് ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് പൾസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെക്കാനിക്കലി നമ്മളെ ഹൃദയത്തിനെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബേസിക്കലി CPR. അതിൽ വലിയ ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ് എങ്ങനെയാണെന്ന്. ആക്ടിവേഷൻ ഓഫ് എമർജൻസി റെസ്പോൺസ്, അതായത് ആദ്യം തന്നെ ഒരാൾ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ വേഗം ആംബുലൻസിനെ അങ്ങനെ എന്തെങ്കിലും വിളിക്കണം. പിന്നെ പെർഫോം ഏർലി CPR, അതെന്ന് വെച്ചാൽ CPR തുടങ്ങുക. പിന്നെ ഡീഫിബ്രിലേറ്റ് വിത്ത് AED, അത് ഒരു മെഷീൻ വെച്ച് ചെയ്യുന്നതാണ്. അതിപ്പോൾ നമുക്ക് നോർമലായിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട്, പോസ്റ്റ് കാർഡിയാക് അറസ്റ്റ് ആൻഡ് റിക്കവറി, ഇത് മൂന്നും ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളിൽ പൊതുവെ അറ്റാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് അങ്ങനെ അറ്റാക്ക് വരില്ല എന്ന്. അപ്പോൾ പൊതുവെ അറ്റാക്കിൻ്റെ കാരണത്താലല്ല ചെറിയ കുട്ടികൾ ബോധം കെട്ട് വീഴുന്നത്. അത് എന്തെങ്കിലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടാണ്, അതാണ് പിന്നെ അറ്റാക്കിലോട്ട് പോവുക കുട്ടികളിൽ. അതിൻ്റെയാണ് ആദ്യം തന്നെ പ്രിവെൻറ്റ് അറസ്റ്റ്, ആക്ടിവേറ്റ് EMS, പെർഫോം ഏർലി CPR, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട്, പോസ്റ്റ് കാർഡിയാക് അറസ്റ്റ് കെയർ ആൻഡ് റിക്കവറി. അപ്പോൾ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്ന് ഞാൻ ആദ്യമായിട്ട് പറയാം. ആദ്യം തന്നെ ഫസ്റ്റത്തെ സീൻ എന്ന് വെച്ചാൽ, നമ്മളെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് അപ്രോച്ച് സേഫ്റ്റി. രണ്ടാമത്തേത് റെസ്പോൺസ്. ഒരാൾക്ക് റെസ്പോൺസ് ഉണ്ടോ, അയാൾ ബോധം കെട്ട് വീണതാണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അയാളെ തട്ടി വിളിക്കുകയാണ് ചെയ്യേണ്ടത്. പേരല്ലെങ്കിൽ അയാളെ തട്ടിയിട്ട് ഹെലോ ഹെലോ അങ്ങനെ വിളിക്കണം. മൂന്നാമത്തേതാണ് നമ്മുടെ സഹായത്തിന് വേണ്ടി, കാരണം CPR ഒരു വലിയ പ്രോസസ്സാണ്, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ സഹായം കൂടെ വിളിക്കുക. പിന്നെയാണ് നമ്മൾ പൾസ് നോക്കേണ്ടത്. രണ്ട് സ്ഥലത്താണ് പൾസ് നോക്കുക. ഒന്ന് നമ്മളെ ഈ തമ്പിൻ്റെ അടിയിലായിട്ട്, ഇവിടെയാണ് റേഡിയൽ പൾസ്, ഇവിടെ നോക്കാം. അതേപോലെ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് സ്ഥലത്താണ് നമ്മൾ പൾസ് നോക്കിയിട്ട് കൺഫേം ചെയ്യണം. പൾസ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് നമ്മളെ എയർവേ ആണ്, അതായത് നമ്മളെ ശ്വാസകോശത്തിൻ്റെ ട്യൂബ്. അതിപ്പോൾ നമ്മൾ ചിലപ്പം ബോധം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തല ചെരിഞ്ഞൊക്കെ കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തല ചെരിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് നേരെ ആക്കിയിട്ട് നമ്മൾ ചിന്നൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മൾ കൊടുക്കുന്ന ശ്വാസം കറക്റ്റ് നമ്മളെ ലെൻസിലോട്ട് പോകുള്ളൂ. അല്ലാതെ കഴുത്ത് മടങ്ങി കിടന്നാൽ നമ്മളെ ട്യൂബ് പോലെ തന്നെ നമ്മളെ ശ്വാസകോശത്തിൻ്റെ ട്യൂബും മടങ്ങിക്കിടക്കും. ഈ ഫോട്ടോസ് അതാണ് കാണിക്കുന്നത്. ഇത് ചിൻ ലിഫ്റ്റ് ചെയ്യുന്നതും അത് ഹെഡ് ടിൽറ്റ് ചെയ്യുന്നതുമാണ്. പിന്നുള്ളതാണ് ബ്രീത്തിങ് ഉണ്ടോ നോക്കുക. ബ്രീത്തിങ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്, ഒരാൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെസ്റ്റ് റൈസ് ചെയ്യും, അതേപോലെ തന്നെ താവുകയും ചെയ്യും. അപ്പോൾ അത് നോക്കിയാൽ മതി. ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലയെന്നാണെങ്കിൽ അവിടെ ബ്രീത്തിങ് ഇല്ല എന്നാണ് അർത്ഥം. പിന്നെ ആക്ടിവേറ്റ് EMS, അത് ബേസിക്കലി നമ്മളൊരു ആംബുലൻസ് അപ്പം തന്നെ വേഗം വിളിക്കണം. പിന്നുള്ളതാണ് മെയിനായിട്ട് പലർക്കും അറിയില്ല എങ്ങനെയാണ് ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കേണ്ടതെന്ന്. അതെവിടെയാണ് കൊടുക്കേണ്ടതെന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു എല്ലുണ്ട്, സ്റ്റേർണം എന്നാണ് അതിന് പറയുക. അതിൻ്റെ ലോവർ സൈഡിലാണ് നമ്മൾ CPR കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ നെഞ്ചിലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെയാണ് നമ്മൾ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്, അവിടെ തന്നെ ആയിട്ട് കൊടുക്കണം. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ CPR കൊടുക്കുക. അത് തന്നെ കൈകൾ നമുക്ക് ഇപ്പം എനിക്ക് വലത്തെ കൈയാണ് എൻ്റെ മെയിൻ ഡോമിനൻ്റ് ഹാൻഡ്.
അപ്പം നമ്മളെ ഡോമിനൻറ്റ് ഹാൻഡിൻ്റെ മുകളിൽ നമ്മളെ ലെഫ്റ്റ് കൈ, ഞാൻ ഡോമിനൻറ്റ് റൈറ്റ് ഹാൻഡാണ്, അതുകൊണ്ട് റൈറ്റ് ഹാൻഡിൻ്റെ മുകളിൽ ലെഫ്റ്റ് കൈ വെച്ചിട്ട് നമ്മൾ ഈ പള്ളഭാഗം കൊണ്ട് വേണം ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കാൻ. അതായത് മൊത്തത്തിൽ ഇങ്ങനെ കൊടുക്കരുത്, ഈ ഭാഗം കൊണ്ട് മാത്രമേ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം കൊടുക്കാൻ. അതേപോലെ നമ്മൾ ഫുൾ എനർജി വെച്ചിട്ട് ചെസ്റ്റ് ഒരിക്കലും പുഷ് ചെയ്യരുത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഇത് വെച്ച് ശക്തി വെച്ചിട്ട് മാത്രമേ നമ്മൾ പുഷ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അത് കുറേ തവണ ചെയ്യരുത്. അതിനൊരു നിശ്ചിത കണക്കുണ്ട്. അതെന്ന് വെച്ചാൽ 30 പ്രാവശ്യം ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വായ കൂടെ ശ്വാസം കൊടുക്കണം. അതാണ് റെസ്ക്യൂ ബ്രെത്ത്സ് എന്ന് പറയുന്നത്. അതാണ് റെസ്ക്യൂ ബ്രെത്ത്സ് അതാണ് പറയുന്നത്. അത് വായക്കൂടെയാണ് കൊടുക്കേണ്ടത്. അതിലുള്ളതാണ്. നമ്മൾ വായക്കൂടെ ഡയറക്റ്റ് കൊടുക്കണമെന്നില്ല, നമുക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം. അറിയാത്ത ആൾക്കാരാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്. അതിൽ തന്നെ നമ്മൾ വായക്കൂടെ മാത്രം കൊടുക്കുകയാണെങ്കിൽ മൂക്ക് നമ്മൾ ഒരു കൈ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇപ്പം മൂക്കിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വായ പൊത്തിയിട്ട് വേണം മൂക്കിലൂടെ ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുന്നത്. അതാണ് അടിയിൽ എഴുതിയത് 30. പിന്നെ ആ 30 ചെസ്റ്റ് കംപ്രഷൻസ് കഴിഞ്ഞിട്ട് 2 തവണയാണ് നമ്മൾ ബ്രെത്ത് കൊടുക്കുക. അതാണ് 30:2 എന്നാണ് ആ റേഷ്യോയിൽ പറയുക. പിന്നുള്ളത് ഡീഫിബ്രിലേഷൻ ആണ്. ഇത് കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. അത് പൊതുവേ നമ്മളെ നോർമൽ സെറ്റപ്പിൽ ഡീഫിബ്രിലേഷൻ ഒരു മെഷീനാണ് ബേസിക്കലി. അതിപ്പം എയർപോർട്ട്സിൽ, റെയിൽവേ സ്റ്റേഷൻസിൽ, അതേപോലെ മോൾസിലൊക്കെ മാത്രമേ കണ്ടുവരുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് കുറച്ച് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതൊരു ഓട്ടോമാറ്റിക് ഒരു മെഷീനാണ്. അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളതിനൊരു എല്ലാത്തിനെയും പോലെ തന്നെ ഒരു ഓപ്പറേഷൻ ബട്ടൺ ഉണ്ട്, ഒരു ഓൺ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ചെയ്യുമ്പം അത് ഓൺ ആവും. പിന്നെ അതന്നെ ആ മെഷീൻ തന്നെ സ്വന്തമായിട്ട് കമാൻഡ്സ് പറയും. അതിൽ നമ്മളെ ഭാഗത്ത് ചെയ്യുന്നത് അത് ബേസിക്കലി നമ്മളെ മിടിക്കാത്ത ഹൃദയത്തിന് മിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തോതിലുള്ള ഷോക്ക് കൊടുക്കുകയാണ്. ആ ഷോക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ 2 ഒരു പാഡ്സ് ഉണ്ട്, അത് അറ്റാച്ച് ചെയ്യണം. അത് ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ ഒന്ന് നമ്മൾ ഈ ഭാഗത്താണ് അറ്റാച്ച് ചെയ്യുക. അതേപോലെ ഒന്ന് ഈ സൈഡിൽ ഇവിടെ ആയിട്ടാണ് 2 പാഡ്സ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതിപ്പോൾ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ടിലും അതേപോലെ ഒന്ന് ബാക്കിലുമാണ് ഈ പാഡ്സ് അറ്റാച്ച് ചെയ്യുക. അത് കഴിഞ്ഞാൽ ആ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് പറയും നമ്മളെടുത്ത് ഡു നോട്ട് ടച്ച് ദ പേഷ്യൻറ്റ്. അതായത് നമ്മൾ പിന്നെ പേഷ്യൻറ്റിനെ തൊടാൻ പാടില്ല. അതാണ് ഈ ഫോട്ടോയിൽ കാണിക്കുന്നത്. പിന്നെയാണ് അത് ആ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഷീൻ ആ ഹൃദയത്തിലേക്ക് ഷോക്ക് ഡെലിവറി ചെയ്യും. ആ സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനെ തൊടാൻ പാടില്ല. നമ്മൾ പേഷ്യൻറ്റിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കും ഷോക്ക് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ആ ഷോക്ക് കൊടുക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ ഈ ഡീഫിബ്രിൽ അത് കഴിഞ്ഞിട്ട് ഡീഫിബ്രിലേറ്റർ നമ്മളോട് പിന്നെയും ചെസ്റ്റ് കംപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ് ഡീഫിബ്രിലേഷൻ മെഷീൻ നമുക്ക് തരും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ CPR കൊടുക്കുക, 30 തവണ കൊടുക്കുക, പിന്നെ 2 തവണ റെസ്ക്യൂ ബ്രെത്ത്സ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഒരാൾക്ക് ശ്വാസം വന്നു അല്ലെ ബോധം വന്നു അല്ലെ പൾസ് നോക്കുമ്പോൾ പൾസ് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇടത്തോട്ട് ചരിച്ചിട്ട് വേണം കിടത്താൻ. എന്തെങ്കിലും തൊണ്ടയിൽ പോവുക അങ്ങനെ എന്തുണ്ടെങ്കിലും വേഗം തന്നെ ഇടത്തോട്ട്, അതാണ് നമ്മളെ റെസ്ക്യൂ പൊസിഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും വലത്തോട്ട് ചരിച്ച് കിടക്കരുത്. എപ്പോഴും ഇടത്തോട്ട്, എന്ത് പ്രശ്നം വന്നാലും ഇടത്തോട്ടാണ് ചരിച്ച് കിടത്തേണ്ടത്. പിന്നെ കുട്ടികളിൽ CPR കൊടുക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വലിയ ആൾക്കാരിൽ ഞാൻ കാണിച്ച പോലെയല്ല. ഇപ്പോൾ ഒരു 2 വയസ്സായ കുട്ടി അതുവരെ വയസ്സുള്ള 1-2 വയസ്സുള്ള കുട്ടികൾ ഭയങ്കര കുഞ്ഞു കുട്ടികളായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും മൊത്തം കൈകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ തള്ളവിരലും നടുവത്തെ വിരലും വെച്ചിട്ട് മാത്രമാണ് ചെസ്റ്റിൽ അതേ പൊസിഷനിൽ 15 തവണയാണ് കൊടുക്കുക. 30 കൊടുക്കരുത്. കുഞ്ഞു കുട്ടികളിലും 15:2 എന്നാണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. അതായത് 15:2. അതിൽ ചെറിയ കുട്ടികളുടേതാണ് നമ്മൾ കണ്ടത് 2 കൈ വെച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ചൊരു 10 വയസ്സ് വരെ ആയ കുട്ടികൾക്ക് നമ്മൾ ഒരു കൈ മാത്രം യൂസ് ചെയ്യും. ഒരു കൈയിൻ്റെ 10 ഭാഗം മാത്രം യൂസ് ചെയ്തിട്ടാണ് CPR കൊടുക്കുക. എപ്പോഴാണ് നമ്മൾ CPR നിർത്തേണ്ടത്? ഒന്നെങ്കിൽ അയാൾക്ക് ചെറിയൊരു ശ്വാസം വന്നു, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടു ടയേർഡ് ആണ് ടു കണ്ടിന്യൂ CPR അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ CPR കൊടുക്കണ്ട. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആംബുലൻസിൽ CPR കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എനിക്ക് കൊടുക്കണ്ട, അങ്ങനത്തെ കേസ്. അതേപോലെ തന്നെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടും യാതൊരു അനക്കും യാതൊരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് CPR നിർത്താം. അടുത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ ആണ്.
അതെന്ന് വെച്ചാൽ നമ്മളെ തൊണ്ടയിൽ നട്സ് പോലത്തെ കാര്യങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നാണ് അത് പറയുന്നത്. അതിൽ 2 തരം ആണുള്ളത്. ഒന്ന് പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ, ഒന്ന് കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ. പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്ത് കിട്ടുന്നില്ല. അതേപോലെ ബ്രീത്ത് ചെയ്യുമ്പോൾ ചെറിയൊരു സൗണ്ട് പോലെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീത്ത് ചെയ്യാനേ പറ്റില്ല. ആളിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് നോഡ് ചെയ്യുള്ളൂ തല വെച്ചിട്ട് എന്താ ബുദ്ധിമുട്ട് എന്ന്. ആ വലിയ ആൾക്കാരിലാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യം തന്നെ ഇതേപോലെ പിടിച്ചിട്ട് ബാക്കിൽ 5 പ്രാവശ്യം കൊട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കോട്ട് നിന്നിട്ട് ഇതേപോലെ പിടിച്ചിട്ട് 5 തവണ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്നാണ് പറയുക. 5 തവണ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഈ ഫോട്ടോയിൽ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ അതേപോലെ 2 വയസ്സ് വരെ ചെറിയ കുട്ടികളിലാണെങ്കിൽ ഈ ഫോട്ടോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പോലെയാണ് ചെയ്യേണ്ടത്. ഒരു കൈയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ 5 തവണ അടിക്കുക. അതേപോലെ പിന്നെ തിരിച്ച് മറ്റേ കൈയിലോട്ട് വെച്ചിട്ട് 2 തവണ 2 ഫിംഗറിനോട് ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കുക. പിന്നെ അതേപോലെ ബാക്കി ഒരു 10 വയസ്സായ കുട്ടി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഫോട്ടോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ മുട്ടുകുത്തി ഇരുന്നിട്ട് വേണം നേരത്തെ പറഞ്ഞ പോലത്തെ അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു. കുറച്ചെങ്കിലും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.